ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് എല്ലാ മാന്യ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 30 വാക്യം 11. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, നീ എന്റെ പരുക്കൻ വസ്ത്രം അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. You turned my loud crying into dancing. You redeemed and removed my cloth of sadness and dressed me with joy. Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്നത്, ഇന്ന് നിന്റെ ദുഃഖങ്ങൾ അടുത്ത നിമിഷത്തിൽ അത് നൃത്തമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ജീവിതത്തിൽ ഒരു ദുഃഖ സാഹചര്യം ഉണ്ടായി എന്ന് വെച്ച് അതാണ് ജീവിതത്തിന്റെ അവസാനമെന്ന് നാം കരുതി പോകരുത്. വെല്ലുവിളികളും പോരാട്ടങ്ങളും ദൈവമക്കൾക്ക് സ്വാഭാവികമാണ്. എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള സകല കരുത്തും ബലവും ദൈവം നമുക്ക് നൽകുന്നു. നമുക്കറിയാം, നിശാഗന്ധി പുഷ്പം രാത്രിയുടെ ഇരുട്ടിന്റെ അന്ധതമസിൽ നിന്നുമാണ് അത് നറുമണം പുറത്തു കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് കുയിൽ നല്ലതായി ഗാനങ്ങൾ ആലപിക്കുന്നത്. അതുപോലെ മനുഷ്യജീവിതത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ദൈവം നന്മയ്ക്കാക്കി തീർക്കുമെന്ന കാര്യം നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നെടുവീർപ്പ് കൊണ്ടും സംഘർഷം കൊണ്ടും വളരെ അധികം പിരിമുറുക്കം സഹിക്കുന്നവരെ ദൈവാത്മാവ് കാണിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അതിൽ നിന്നും നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ പരിസമാപ്തിയിലെത്തുകയില്ല. എന്നാൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ആ ക്ഷേമകരമായ പദ്ധതിയിൽ നീ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. മനുഷ്യർ പലരും നിന്നെ നോക്കി പുച്ഛിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാ സ്പഷ്ടമായി പറയുന്നു, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ലോകത്തിലുള്ള യാതൊരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. ജയകരമായ ജീവിതം ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങൾ എത്ര മാത്രം വെല്ലുവിളികൾ നേരിടുന്നു, അത്രമാത്രം ശക്തൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളികൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളാണ്, നന്മകളാണെന്ന് പറയുക. ഇന്ന് ഏത് രോഗവും സഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആ രോഗങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. നിങ്ങളൊക്കെ വിളിച്ചു വരുത്താൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളാണ്. ആകയാൽ കഷ്ടം സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവചനം പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം അവരോട് പറയുന്നു, നീ ആ ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനി നെടുവേർപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ പോകുന്നു. കർത്താവിന് സ്തോത്രം. ചില ജോലികൾക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ചിലർ ഇത് കേൾക്കുന്നുണ്ട്. അവർക്ക് ഗവൺമെന്റ് സംബന്ധമായ ചില ഉത്തരവുകൾ ലഭിക്കാൻ പോകുന്നു. അവരുടെ ജീവിതത്തിൽ അത് ഗവൺമെന്റ് സംബന്ധമായ ജോലികളിൽ അവർ കരാർ ഒപ്പുവയ്ക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് വളരെയധികം നന്മ നൽകുന്ന ഒരു അനുഭവമായിരിക്കും. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന ചിലർക്ക് ദൈവം ചില ഇടപെടലുകൾ നടത്തും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ പാഴായിപ്പോയി എന്ന് കരുതരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് നാം സഹിക്കുന്ന ദുഃഖങ്ങൾ എന്ന് നാം കരുതുക. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുകയാണ്. He will turn our sorrow into dancing. Praise the Lord. Hallelujah. He will turn every sorrows in our life into dancing and goodness. പ്രിയമുള്ളവരെ, നന്മയ്ക്കായി അവൻ സകലതും വ്യാപരിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ പ്രഭാതത്തിൽ അങ്ങനെ നന്മകളെ പ്രാപിക്കുവാനായിട്ടുള്ള അവസരമാണ് തിന്മയുടെ സാഹചര്യം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ
പ്രൈസ് ദി ലോർഡ്. ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് കാണിക്കുന്നു. പരിപൂർണമായ സൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് അവർക്ക് നൽകുകയാണ്. അവരുടെ ശരീരത്തിൽ അത് മാറി മാറി ഉണ്ടാകുന്ന വേദനകൾ, ശരീരത്തിന്റെ ആ വേദനകളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിനെ തൊട്ട് സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതായി ആത്മാവിൽ ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഏതുവിധ ചലഞ്ചസും ജീവിതത്തിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അത് സ്വീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അതിന് നന്ദി പറയുകയും സ്തോത്രം പറയുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അതിവേഗത്തിൽ നമുക്ക് വേണ്ടി ഇടപെടുകയും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ അത് കോടതി കേസുകളിൽ നിന്നും ചിലർക്ക് വിടുതൽ ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരായ വിധി നിങ്ങൾക്കുണ്ടാകും. അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ ആത്മാവ് തക്ക സമയത്ത് ആ കേസുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം തരുമെന്ന് ആത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വസ്തു സംബന്ധമായ ചില കാര്യങ്ങളിൽ ദൈവം തീർപ്പ് കൽപ്പിക്കുവാൻ പോകുന്നു. ചില പ്രതിസന്ധികൾ അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ ന്യായം നിന്റെ പക്ഷത്തായതുകൊണ്ട് നേരായ വിധി സ്വർഗത്തിൽ നിന്ന് നിനക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചിലരുടെ കടബാധ്യതകൾ ദൈവം എഴുതിത്തള്ളുകയാണ്. അത് തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരുണ്ട്. അവർ വലിയ കഷ്ടത്തിലായിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആ കഷ്ടങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ വിടുവിക്കുന്നു എന്ന് ആത്മാവ് ആലോചന പറയും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ കഷ്ടം ഏറ്റവും നല്ലതാണ് എന്ന് പറയുവാൻ കഴിയുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവം അവരുടെ കാര്യങ്ങൾ, വ്യവഹാരങ്ങളിൽ ഇടപെടുവാനിടയായിത്തീരും. നമുക്കറിയാം, മിരിയാം തപ്പെടുത്ത ദൈവത്തെ നൃത്തം ചെയ്ത് അത് ആരാധിക്കുവാനിടയായിത്തീർന്നു. ദാവീദ് തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ ഭക്തന്മാർ ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആരാധിക്കാൻ കഴിയുന്നവരുടെ ജീവിതം എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു വലിയ പ്രചോദനം, ശക്തി അവർക്ക് ലഭിക്കുവാനിടയായിത്തീരുന്നു. ഈ പ്രഭാതത്തിൽ അതെ ഒന്നിനെക്കുറിച്ചും ഓർത്ത് വ്യാകുലപ്പെടേണ്ട. തക്ക സമയത്ത് ദൈവം നിന്റെ മറുപടിയുമായി തന്റെ ദൂതനെ അയക്കും എന്ന് ആലോചന. അതുകൊണ്ട് ഇന്ന് നിന്റെ ഭാരം എന്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ വഹിക്കാം, ഞാൻ നിന്നെ പുലർത്താമെന്ന് വചനം വ്യക്തമായി പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതലുള്ള ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ കരുതലുള്ള ദൈവം നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടിവിച്ച് ജയോത്സവമായി വഴി നടത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് അത് ആ പ്രതിസന്ധികളോട് പറയുക വിശ്വാസത്താൽ. പ്രതിസന്ധികളെ വഴിമാറുക. ചെങ്കടൽ വഴി മാറിയതുപോലെ നിന്റെ ജീവിതത്തിലെ ആ പ്രതിസന്ധികളും ആ നൂലാമാലകളും വഴിമാറി തരിക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വാക്കുകൾ അതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി പുറപ്പെടും. ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യം ആവശ്യമുള്ളവർക്ക് ദൈവം സൗഖ്യം നൽകും. മറ്റ് വിടുതലുകൾ ആവശ്യമുള്ളവർക്ക് ദൈവം ആ തരത്തിലുള്ള വിടുതലുകൾ നൽകും. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കിയിരിക്കുന്നു. നീ സന്തോഷിച്ച് ഉല്ലസിച്ച് ഘോഷിച്ച് ദൈവത്തിന്റെ നാമത്തെ പുകഴ്ത്തുക. ജയകരമായ ജീവിതം ദൈവം നിനക്ക് നൽകി തരും. ഇന്നുവൽ ഭയപ്പെടേണ്ട. ഉറച്ചു നിൽപ്പീൻ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യഹോവയായ സർവശക്തനായ ദൈവം നമുക്ക് വാക്ക് തന്നിരിക്കുന്നു. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിരച്ചി കലങ്ങിയാലും, കോപം കൊണ്ട് അലറിയാലും ഒന്നും നാം ഇനി ഭയപ്പെടുകയില്ല. കാരണം സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഉറച്ചു നിൽക്കുവാൻ പറയുന്ന ദൈവ ശബ്ദത്തിൽ നിങ്ങൾ അത് ഉറച്ചു നിൽക്കുക. ദൈവത്തിന്റെ ഒരു അത്ഭുതം ഇന്ന് നീ കാണാൻ പോകുന്നു. ഇന്ന് നീ അനുഭവിക്കാൻ പോകുന്നു. വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുക. പറയുക, അത്ഭുതം ഞാൻ കാണും, അത്ഭുതം ഞാൻ അനുഭവിക്കും, ദൈവത്തെ ഞാൻ അത് വർണ്ണിക്കും, സ്തുതിക്കും, ആരാധിക്കും എന്നീ സർഗാത്മകമായ വാക്കുകൾ പറയാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും ഏതുവിധ പരാജയങ്ങളും താണ്ടി നിങ്ങൾക്ക് വിജയത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ആകയാൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ പലവിധ വിഷമസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവർ ഈ സന്ദേശത്തെ കേൾക്കുന്നുണ്ട്. അവരുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകണമേ. അത് തക്കതായ പ്രശ്ന പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവം വായിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
ചില വ്യക്തികൾ കർത്താവെ പ്രതിസന്ധിയിൽ അകപ്പെട്ടവരായിട്ടുണ്ട്. അവരുടെ വിഷയങ്ങൾ ദൈവാത്മാ കാണിച്ചല്ലോ. അതിന്മേൽ പരിഹാരം ഉണ്ടാകുവാൻ, അതിന്മേൽ അത് വിടുതലുണ്ടാകുവാൻ ദൈവത്തിന്റെ കരം അതിന്മേൽ ചലിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവ സ്തോത്രത്തോട് അറിയിക്കുന്നു. എല്ലാ കൂട്ടുകാരെയും, എല്ലാ ബന്ധുമിത്രാദികളെയും, കർത്താവെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരെയും ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കരം അതിന്മേൽ ചലിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവത്തിന്റെ സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഇന്ന് പകൽ തൃക്കാൽക്കൽ കർത്താവെ ഞങ്ങളെ തന്നെ ഫലമേൽപ്പിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രവചന സന്ദേശത്തെ കേട്ടുകൊണ്ടിരുന്ന മാന്യ സഹോദരങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.